സോ നമുക്ക് ബികോം സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കായ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിലേക്ക് പോകാം. അപ്പം ഇത് നമ്മുടെ CA സ്റ്റുഡൻസ് ഫൗണ്ടേഷനിലും ഇൻ്ററിലുമായിട്ട് പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സാണ്. അതിൽ കുറച്ച് ടോപ്പിക്സ് ഫൗണ്ടേഷനിലും ഇല്ല, കുറച്ച് ടോപ്പിക്സ് ഇൻ്ററിലും CMAക്കാർക്കില്ല. പക്ഷേ നമ്മൾ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് വരുത്തുള്ളൂ, അത് 100% ഷുവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതായത് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ബേസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ടോട്ടലായിട്ടും 19 ചാപ്റ്റേഴ്സാണ് വരുന്നത്. നമ്മൾ മാക്സിമം ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു ഡേ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കാം, കാരണം ബാക്കി 5 സബ്ജക്റ്റ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. സോ നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി ചാപ്റ്റേഴ്സ് പരിചയപ്പെടാം. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ആദ്യത്തെ 12 ചോദ്യങ്ങൾ 2 മാർക്ക് അല്ലെങ്കിൽ സെക്ഷൻ A എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ 12 നിങ്ങൾ 10 എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ അത് ഷോർട്ട് ആൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു 2 to 3 ലൈൻസ് അല്ലെങ്കിൽ 3 to 4 ലൈൻസ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സെക്ഷൻ B എന്ന് പറയുമ്പം 8 ക്വസ്റ്റ്യൻസ് ആണ്. 8 ക്വസ്റ്റ്യൻസിന് ക്യാരി ചെയ്യുന്നത് 5 മാർക്ക്. അതായത് ടോട്ടൽ 12 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 8 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഈച്ച് ക്യാരീസ് 5 മാർക്ക്, 5 മാർക്കാണ് ഓരോന്നിന്. അപ്പം അത് കുറച്ച് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എഴുതുവാണെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടും. പിന്നെ സെക്ഷൻ സിയിൽ വരുന്നത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻ തരും. അതിൽ 2 നമ്മൾ അറ്റൻഡ് ചെയ്യുക. 2 നല്ല ഫെയ്ഡ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക.